നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും, എൻ്റെ വ്യൂവേഴ്സിനും, എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് ഒരു പ്രണയ റീഡിംഗ് ആണ്, ഒരു ലവ് റീഡിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്? നിങ്ങളെക്കുറിച്ച് ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടോ? അവരോട് നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്താണോ അതുപോലെ അവർക്കും നിങ്ങളോടൊരു ഫീലിങ്സ് ഉണ്ടോ? എന്താണ് അവരുടെ മനസ്സിലെ സിറ്റുവേഷൻ എന്നുള്ളതാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോയാണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫോഴ്സ്ഫുള്ളി വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. പരസ്പരം പ്രണയിക്കുന്നവർക്ക് ഉള്ള ഒരു റീഡിംഗ് ആണ് ഇത്. അപ്പോൾ എൻ്റെ ചാനൽ സ്നേഹിക്കുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ഡേയ്സ് കഴിയുമ്പോൾ 2 കാർഡ് റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഞാൻ മെമ്പർഷിപ്പ് റീഡിങ് പ്രത്യേകിച്ച് എടുക്കാത്തതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കാവുന്നതാണ്. ഓക്കെ, വാട്സപ്പിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പീസ്ഫുള്ളായിട്ടിരിക്കുക. മനസ്സ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് വളരെ പീസ്ഫുള്ളായിട്ടിരുന്ന് നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക, എന്നിട്ട് കാണുക. വിശ്വാസം ഇല്ലാത്തവർ കാണണ്ട, സ്കിപ്പ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈനോട് ചോദിക്കാം ടാരോ എനർജിയിലൂടെ എന്താണ് അവരുടെ മനസ്സിൽ. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവർക്ക് നിങ്ങളോട് അവരിലുള്ള പ്രണയം അവർക്ക് തുറന്ന് പറയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിലിരിക്കുകയാണ് അവർക്ക് തുറന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് അതാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് കുറച്ച് ഈഗോ ഉള്ള കൂട്ടത്തിലാണെന്ന് കൂട്ടിക്കോളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവരിയ്ക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അവരോടുള്ള ഫീലിങ്സ് എന്ന് നമുക്ക് നോക്കാം. 9 ഓഫ് വാണ്ടാണ്. ഒരു ഭയം നിങ്ങൾക്കും ഉണ്ട്. ഈ ഒരു റിലേഷനകത്ത് അവരോട് എങ്ങനെയാണ് നമ്മളെ മനസ്സിലുള്ളത് തുറന്ന് പറയുക, അല്ലെ അവർക്ക് എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അവർ പറയട്ടെ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ മാറി നിൽക്കുകയാണ്. 9 ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു പേടി, മനസ്സിനകത്തൊരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ഫീലിങ്സായിട്ട് എനിക്കതാണ് കിട്ടുന്നത്. അവർക്കും അതേപോലെ തന്നെയാണ്. വിട്ടുകൊടുക്കാൻ വയ്യ, അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ല, അല്ലെങ്കിൽ തുറന്ന് പറയാൻ വയ്യ. ഒരു നല്ല ഈഗോ ഉള്ള വ്യക്തിയാണെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആ വ്യക്തിക്ക് അവരുടെ മനസ്സിലുള്ള പ്രണയം അല്ലെ ആ ഒരു സ്നേഹം നിങ്ങളിലോട്ട് പതുക്കെ വരുന്നുണ്ട്, കൊണ്ടുവരണം എന്നാണ് അവരുടെ മനസ്സിൽ. ആ ഒരു ഫീലിങ്സ് അതാണ് അവർക്ക്. നിങ്ങളുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ എനർജി തന്നെയാണ്. ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളടുത്തോട്ട് വരണം എന്നാണ് അവരുടെ പുറമേയുള്ള ധാരണ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അങ്ങോട്ട് ഈഗോ കാരണം അങ്ങോട്ട് തുറന്ന് സമ്മതിക്കാനായിട്ടുള്ള ഒരു മടി. ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ആഴത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് വരുമ്പോൾ അവരുടെ മനസ്സിന് അവർക്ക് പ്രണയം ഉണ്ടെങ്കിലും അവർക്കത് തുറന്ന് കാട്ടാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കാം ചിലപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് വരുമ്പോൾ. അതിൻ്റെ ഇടയിൽ അത് ചിലപ്പോൾ അതിൽ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ മാറിയിരിക്കുന്നതായിട്ട് ചിലപ്പോൾ ഭാവിക്കുന്നതായിരിക്കാം. എന്നാൽ സ്നേഹമുണ്ട്, എന്നാൽ തുറന്ന് പറയാനും വയ്യ എന്നുള്ളൊരു സിറ്റുവേഷനിലായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, യെസ്, ദ മജീഷ്യനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് തീവ്രമായിട്ട് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മജീഷ്യൻ മാനിഫെസ്റ്റേഷൻ ആഗ്രഹിക്കുന്നത് എന്ത് സാഹചര്യമാണെങ്കിലും അവർക്കത് വിനിയോഗിക്കാനുള്ളൊരു അവസരം അവരുടെ മുന്നിലുണ്ട്. അത് അവർ മനസ്സ് വെക്കുകയാണെങ്കിൽ ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തീവ്രമായിട്ട് അവർ ഈ ഒരു റിലേഷൻ ആകർഷിക്കുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് വിജയിപ്പിക്കാനുള്ളൊരു കഴിവും അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം. ഓക്കെ, മജീഷ്യൻ എന്ന് പറയുമ്പോൾ മേജർ അർക്കാന കാർഡാണ്. ഓക്കെ, എന്നാൽ ഇതിൻ്റെ ഒരു തടസ്സമായിട്ട് സ്റ്റാർ കാർഡ് വന്നിരിക്കുന്ന ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളൊരു തോന്നൽ. ഇനി അവരുടെ മനസ്സിലുള്ള പ്രണയം നിങ്ങളോട് തുറന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളെ നിരസിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ അലട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതുപോലെയാണ് അവരുടെ തടസ്സം. സ്റ്റാർ കാർഡും മേജർ അർക്കാന കാർഡാണ്. ആഴത്തിലുള്ള ആ ഒരു പ്രണയം അവരുടെ മനസ്സിലുണ്ട്, തീവ്രമായിട്ട് അവരെ ആകർഷിക്കുന്നുണ്ട്, അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രണയം അവരുടെ മനസ്സിനുള്ളിലുണ്ട്. പക്ഷേ അത് തടസ്സമായിട്ട് അവരെ പിൻവലിപ്പിക്കുന്നതും ഈഗോ ആയിട്ട് നിൽക്കുന്നതും മറ്റ് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഒക്കെ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ നിങ്ങൾക്കൊരു പേടി വന്നില്ലേ, 9 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു പേടി അങ്ങോട്ട് ചെല്ലാൻ അല്ലെ ആ ഒരു പ്രണയം, ആ ഒരു മനസ്സിനകത്തൊരു ഭയം നിങ്ങൾക്ക് നിൽക്കുന്നില്ലേ, ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ അവർക്കുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു സ്നേഹം നിങ്ങളിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോ അതോ അത് നിരസിക്കുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിനകത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ അവരുടെ മനസ്സിനകത്ത് അലട്ടുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വരുന്നത് ഇതൊരു ഡിവൈൻ ലവ് തന്നെയാണ്. ഈ ഒരു സ്നേഹം ഡിവൈൻ ലവ് എന്ന് വെച്ചാൽ യൂണിവേഴ്സായിട്ട് ചേർത്ത് വെച്ചതുപോലെയുള്ളൊരു പ്രണയമാണ്. യൂണിവേഴ്സാണ് ഈ പ്രണയം അവരിലോട്ട് നീട്ടുന്നത്. അതേ സെയിം തന്നെ നിങ്ങളിലോട്ടും ഈ ഒരു പ്രണയം നീട്ടുന്നത് ഡിവൈൻ ലവ് തന്നെയാണ്. ഏസ് ഓഫ് കപ്പാണ് വന്നേക്കുന്നത്. ഈ ഒരു പ്രണയം നിങ്ങൾക്കുള്ളതാണ് എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ, 7 ഓഫ് വാണ്ട് അവർ പരിശ്രമിക്കുന്നുണ്ട് ഈ ഒരു പ്രണയത്തിലോട്ട് പോകാനായിട്ട്. അവർ മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ട് അവർക്ക്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് 7 ഓഫ് വാണ്ട്. മറ്റൊന്നും അവർ നോക്കുന്നില്ല. അവർക്ക് ഈ പ്രണയം വേണം, അവരിലോട്ട് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ പ്രണയത്തിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്, കഷ്ടപ്പെടാനായിട്ട് അവർ തയ്യാറാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ബാഹ്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളുള്ള വ്യക്തിയായിരിക്കാം. പക്ഷേ അവരുടെ ഉത്തരവാദിത്തങ്ങളും അവരുടെ മറ്റ് വേദനകളും പ്രശ്നങ്ങളും ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഈ ഒരു പ്രണയം വേണം, ഈ ഒരു പ്രണയത്തിന് എഫേർട്ട് ഇടാനായിട്ട് അവർ തയ്യാറാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ള ഒരു ഗൈഡൻസും കൂടെ ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു പ്രണയത്തിന് വേണ്ടി അവർ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു കാര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു സാഹസിക പ്രണയമാണ് അവരാഗ്രഹിക്കുന്നത്. കിങ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പല പ്രതിബന്ധങ്ങളും ഇതിനിടയിലുണ്ട് എന്നാണ് കാണിക്കുന്നത് കിങ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും മുമ്പിൽ അങ്ങനെ താന്നു കൊടുക്കാത്തൊരു വ്യക്തിയും കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രണയം അവരുടെ മനസ്സിൽ തോന്നുമ്പോൾ വെച്ചാൽ ഒരു ടോപ്പ് പൊസിഷനിലിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ കിങ് ഓഫ് വാണ്ട്സ് ഒരുപാട് ജീവിതത്തിൽ പൊരുതി വിജയിച്ച് നിൽക്കുന്നവരായിരിക്കാം. ജീവിതം കൊണ്ട് അവർ ഒരുപാട് പക്വതയാർന്നവരാണ്, ജീവിതത്തിലെ പാഠങ്ങളെല്ലാം പഠിച്ചു നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എടുത്ത് ചാടാനും താല്പര്യമില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു താഴ്ന്നു കൊടുക്കാനും ഉള്ള ഒരു മൈൻഡും ഇല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഒരു വാണ്ടിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഫയർ എലമെൻ്റാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനകത്തൊരു ഫയറാണ് എന്നുള്ളതാണ്. ഒരു സാഹസിക പ്രണയമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ അവർക്കത് തുറന്ന് പറയാനുള്ള ഒരു മടി. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് തന്നെ എനിക്ക് കറണ്ട് ഇതായിട്ട് കിട്ടുന്ന ഫീലിങ്സായിട്ട് കിട്ടുന്നത് തന്നെ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എന്നുവെച്ചാൽ നല്ല ഒരു
ഈഗോ ഉണ്ട്. ഈഗോ ഉണ്ടെന്ന് തന്നെ ഇത് കിങ് ഓഫ് വാണ്ട് കൂടെ വരുമ്പോൾ നമുക്ക് പറയാം താന്ന് കൊടുക്കാൻ മടിയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് അവർ. 10 ഓഫ് സോൾസ് പറയുന്നത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ ആ ഒരു വികാരം കൊണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാൻ വയ്യ. 10 ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കൂടി ഒരു പരിവർത്തനമാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രണയത്തിനായിട്ട്. പക്ഷേ ഇതിനകത്തൊരു ന്യൂ ബിഗിനിങ് ഉണ്ട്, ഒരു ഉദയം ഇതിനകത്ത് കാണുന്നുണ്ട്. അവരുടെ മനസ്സിലെ ആഗ്രഹം നിറവേറും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇത് എൻഡിങ് ആയി പോകത്തില്ല, ഇത് താൽക്കാലികമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെങ്കിലും ഇതുകൊണ്ട് ഈ വേദന കൊണ്ട് ഒരു സന്തോഷം അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വരും എന്ന് തന്നെ പറയാം. ഓക്കെ, അതേപോലെ സ്ട്രെങ്ത്താണ് വന്നേക്കുന്നത്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അവർ ഈ എത്ര ഹാർഡായിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ വളരെ സമചിത്തതയോടുകൂടി കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. വളരെ ക്ഷമ അവരതിന് കാണിക്കുന്നു, മനസ്സിൽ അവർ കാണിക്കുന്നു. ക്ഷമയോടെ ഒരു എന്താ പറയുക, ഒരു പക്വതയോടുകൂടി ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഇതിനകത്ത് എടുത്തുചാട്ടമല്ല വേണ്ടുന്നത്, ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു പ്രണയത്തിനകത്ത് തീർച്ചയായിട്ടും ഒരു വിജയം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഒരു സക്സസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ 6 ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് നിങ്ങൾക്ക് ഈക്വലായിട്ടുള്ള ഒരു നീതി അവരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു ചേഞ്ച് തന്നെ ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചിലവരുടെ ഒരു എനർജിയാണ് എനിക്ക് ഇന്നിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ആരെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈക്വലായിട്ട് ചിന്തിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിൽ അവരോടുള്ള ഫീലിങ്സും കൂടെ നമുക്ക് നോക്കാം. അവർ ചിന്തിക്കുന്നത് പോലെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, എന്താണ് നിങ്ങൾക്കും അവരോടുള്ള ഒരു ഫീലിങ്സ് എന്താണ്? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ റിലേഷനുമായിട്ട് അല്ലെ ഈ ഒരു പ്രണയവുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷെ നിങ്ങൾ സ്ലോലി നിൽക്കുകയാണ്, മടിച്ച് നിൽക്കുകയാണ്, ഒരു പുറകോട്ട് നിൽക്കുകയാണ്, ഒരു സ്പീഡില്ല നിങ്ങൾക്ക് എന്നുള്ളതാണ്. അതേപോലെ സെയിം സിറ്റുവേഷൻ അവരനുഭവിക്കുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ഞാനിവിടെ പറഞ്ഞില്ലേ, അത് തന്നെ നിങ്ങളുടെയും ഫീലിങ്സ് ആയിട്ട് എനിക്കിവിടെ കിട്ടുന്നത്. ആ ഒരു വേദനയുണ്ടല്ലോ, വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു എന്താ പറയുക, ഒരു ജീവൻ പോകുന്നത് പോലെ ഒരു ഫീലിങ്സ് നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ്. ഈ പറഞ്ഞതുപോലെ രണ്ടു പേർക്കും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് സാഹചര്യങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത്. ഈ ഒരു കൂടിച്ചേരലിന് ഒരുപാടൊരു മധുരം ഉണ്ടാവാം എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. എന്താണ് നെക്സ്റ്റ് കാർഡ്? തീർച്ചയായിട്ടും ഇതിനകത്തൊരു റീബർത്ത് ഉണ്ട്, ഇതിനകത്ത് ഒരു റീയൂണിയൻ ഉണ്ട് എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് ആണ് വരുന്നത്. അതുതന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻ വേണം എന്നുള്ളൊരു ചിന്ത, ഇതിനകത്തൊരു ഉയർത്തെഴുന്നേൽപ്പ്, അതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോൾസിൻ്റെ എനർജി. പക്ഷേ ഇതിനകത്ത് നിങ്ങളും ഈ ഒരു ഫീലിങ്സിലാണെങ്കിലും പുറമേ നിങ്ങൾ ഇത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ക്യൂൻ ഓഫ് സോൾസ് പറയുന്നത്. നിങ്ങളും മറ്റു കാര്യങ്ങളിനകത്ത് മുഴുകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനകത്തോട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നില്ല. ചിലപ്പം നിങ്ങളുടെ ഈഗോ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം നിങ്ങളതിന് പുറപ്പെടാത്തത്. യെസ്, ദ ഹൈ പ്രീസ്റ്റേഴ്സ് വരുമ്പോൾ പാരമ്പര്യത്തെ സൂക്ഷിക്കുന്നു. ഒരു പാരമ്പര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അതുകൊണ്ടായിരിക്കാം
നിങ്ങളും ഇങ്ങനെ മാറി നിൽക്കുന്നതെങ്കിലും ഹെറോഫൻ കാർഡ് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ റിലേഷനും ഇപ്പുറത്ത് നിൽക്കുന്ന പേഴ്സണും തമ്മിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. ഈ ഒരു റിലേഷൻ ഒരു റീയൂണിയനിലോട്ടും മറ്റ് ചിലപ്പോൾ ഒരു വിവാഹത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു വളരെ വളരെ ഒരു ആത്മബന്ധത്തിലോട്ടോ അങ്ങനെയൊക്കെ പോകാനായിട്ടുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. വളരെ അനുകൂലമായിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ ഡിവൈൻ കാണിച്ചു തരുന്നത്. ഈ പ്രണയം ഒരു സക്സസ്സിലോട്ട്, അതെ, 9 ഓഫ് പെൻറ്റിക്കിൾസ് വന്ന് ഒരു ഫ്രീഡം, ഒരു പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച് ഈ ഒരു റിലേഷൻ ഒരു ഒത്തൊരുമയിലോട്ട് പോകാൻ ഒരു കൂടുതൽ ഈ പേഴ്സണ് നിങ്ങൾക്കൊരു സുരക്ഷിതത്വം നൽകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതത്വ ബോധം ഉണ്ടാവും, ഒരു ഫ്രീഡം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും, ഒരു സംതൃപ്തി ഉണ്ടാവും എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു ഫീലിങ്സായിട്ട് എനിക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു കംപ്ലീഷൻ അവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് കിട്ടും തീർച്ചയായിട്ടും. അത് തന്നെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും. ദ വേൾഡ് കാർഡ്, ഓക്കെ, ഒരു ചാക്രിക പരിവർത്തനം അതാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്. ഈ ഒരു ഇതിനിടയിലുള്ള കുറച്ച് വിഷമതകളിൽ കൂടിയാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു പരസ്പരം കൂടിച്ചേരാനായിട്ട് അതിന് മുമ്പിലുള്ള ഒരു വിഷമം ഉണ്ടല്ലോ, ആ ഒരു വല്ലാത്തൊരു പെയിൻ നിറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ, അതിൽ കൂടിയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നിന്നും ഇതിലോട്ട് നിങ്ങൾ വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവും, ഒരു റീയൂണിയൻ, ഒരു സന്തോഷം, അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായും ഒരു നീതി, ഇതിൽ നിന്നൊരു നീതി കിട്ടണം. ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു ജസ്റ്റിസ്, ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു നീതി നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് നിങ്ങളതിനെ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഒരുപാട് ആ ഒരു കെയറിങ്ങും ആ ഒരു സ്നേഹവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സ്നേഹത്തിൽ നിന്ന് ഒരുപാട് നിങ്ങളിത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളിലോട്ട് വരും. അതിനിടയ്ക്കുള്ള ചില സന്ദർഭങ്ങളാണ് ഇവിടെ ഞാൻ വായിച്ചത്. നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു വ്യക്തിയും അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. ബോട്ടമായിട്ട് കിട്ടിയേക്കുന്നത് 5 ഓഫ് കപ്പാണ്. വേദനയാണ്, വിഷമമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, അല്ലെ ഈ സ്നേഹം എന്നിലോട്ട് വരുമോ, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു വിഷമം അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. സ്നേഹം എന്താണെന്നുള്ളത് നിങ്ങൾക്കും ഒരു പിടുത്തമില്ലാത്തൊരു രീതിയിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഉള്ളിൽ ഒരുപാട് നീറുന്നുണ്ട്. ഈ ഒരു സ്നേഹം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്, ഒരു പ്രണയ റീഡിങ്, ഒരു ലവ് റീഡിംഗ് ആണ് ഞാനിന്ന് എടുത്തത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. ടീനേജേഴ്സൊക്കെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരു ലവ് റീഡിംഗ് വേണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഇന്ന് ആ ഒരു റീഡിംഗ് എടുക്കാനാണ് ഡിവൈനോട് ഞാൻ ചോദിച്ചത്. ഇന്നെനിക്ക് അങ്ങനെ ചിലവരുടെ ഒരു എനർജിയാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഫോഴ്സ്ഫുള്ളി വലിച്ചെടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് കണക്റ്റ് ആവുമെങ്കിൽ മാത്രം നിങ്ങൾ കാണുക. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്യുക. ഒരു റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിവൈനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക് യു.